ബിരിയാണി കിറ്റ് യൂസ് ചെയ്ത് ഒരു ദം ബിരിയാണി ഉണ്ടാക്കിയല്ലോ. അതിന്റെ കൂടെ തന്നെ റൈസ് ഉണ്ടായിരുന്നു, സുഗന്ധവ്യഞ്ജനങ്ങൾ, കാഷ്യൂ, കിസ്മിസ്, ബിരിയാണി മസാല, ഗീ, എസൻസ്, അച്ചാർ, നല്ലൊരു ചെറിയൊരു നോട്ട് ഉണ്ടായിരുന്നു. അരി നന്നായി കഴുകി 30 മിനിറ്റോളം കുതിർക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു കുഞ്ഞു ഫ്രൈ പാൻ എടുത്ത് അതിൽ കുറച്ച് നെയ്യ്, കിസ്മിസ്, കാഷ്യൂ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. ദെൻ ആ സെയിം പാനിൽ തന്നെ ഒരു കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് ചൂടാക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കണം. അതിനുശേഷം വേറൊരു പാത്രം എടുത്ത് പാത്രം നല്ലോണം ചൂടായതിനു ശേഷം അതിൽ അല്പം നെയ്യ്, 2 ടീസ്പൂൺ എണ്ണയൊക്കെ ചേർത്ത് ഈ പാക്കറ്റിൽ ഉണ്ടായിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിലേക്ക് ചേർത്ത് നല്ലോണം വഴറ്റുക. അതിനുശേഷം അതിലേക്ക് 4 ലിറ്റർ വെള്ളവും അല്പം പുതിനയിലയും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള എന്നിവയെല്ലാം ചേർക്കണം. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കാൻ വിടണം കേട്ടോ. ഈ വെള്ളം തിളയ്ക്കുന്ന കാപ്പിയാണ് ഞങ്ങൾ മുട്ടയും പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുതിർക്കാൻ വെച്ചിരുന്ന അരി ഊറ്റി ഇതിലേക്ക് ഇടുക. 2-3 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ആ റൈസ് ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പോയി ചിക്കൻ കറി ഉണ്ടാകും. ഇവിടെ 1 കിലോ കഴുകി വെച്ച ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, സവാള, തക്കാളി എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കണം കേട്ടോ. ഇളക്കിയ ശേഷം അതിന്റെ കൂടെ പാക്കറ്റിലുള്ള ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് 1/2 കപ്പ് എണ്ണ കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഞാൻ ഒരു 15 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ എല്ലാം മിക്സ് ആക്കി വെച്ചപ്പോഴത്തേക്ക് അരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അരി ഒരു 3/4 വേവ് ആകുമ്പോൾ തന്നെ ഊറ്റി മാറ്റണം കേട്ടോ. ഈ ഊറ്റി മാറ്റുമ്പോൾ ഉള്ളതിൽ 1 കപ്പ് വെള്ളം എടുത്ത് മാറ്റി വെക്കണേ. ശേഷം മാരിനേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് പാത്രത്തിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വരെ വേവിക്കണേ. 15 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കിയ ശേഷം കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെക്കുക. ബാക്കി കഷ്ണങ്ങളുടെ മുകളിൽ ഊറ്റി മാറ്റി വെച്ചിരുന്ന പകുതി ചോറും അതിന്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും വറുത്ത് വെച്ചിരുന്ന സവാളയും എല്ലാം കൂടി ചേർത്ത് അതിന് മുകളിലായി മാറ്റി വെച്ചിരുന്ന ബാക്കി ചിക്കൻ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ചേർത്ത് നിരത്തുക. ഇതിന് മുകളിലായി ബാക്കി ചോറ് ഫുള്ള് ചേർത്ത ശേഷം എടുത്തു മാറ്റി വെച്ചിരുന്ന അരി വേവിച്ച വെള്ളം ചുറ്റാകെ ഒഴിക്കണം കേട്ടോ. ശേഷം പാക്കറ്റിൽ ഉണ്ടായിരുന്ന എസൻസ് ചോറിന് മുകളിലായി ഒഴിക്കുക. ബാക്കിയുള്ള മല്ലിയില, പുതിനയില, സവാള, കിസ്മിസ്, കാഷ്യൂ, പിന്നെ കുറച്ച് പൈനാപ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം വിതറി കഴിഞ്ഞപ്പോൾ ഓവറോൾ ലുക്ക് ഇതാണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇനി പാത്രം നന്നായി ഒന്ന് മൂടി വെക്കുക. വെയിറ്റുള്ള എന്തെങ്കിലും വച്ച് വേണം കേട്ടോ മൂടി വെക്കാനായിട്ട്. ഒരു 10-15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. എന്നിട്ട് തീ ഓഫ് ആക്കിയതിന് ശേഷം അടപ്പ് മാറ്റി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് ഒന്നുകൂടി പാത്രം അടച്ച് വെയിറ്റ് മുകളിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഇതിന്റെ ഇടയിൽ എന്റെ അമ്മ പപ്പടം പൊരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ പപ്പടം പൊരിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പൊ കണ്ടതല്ലേ, എന്തായാലും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് കരുതി. അപ്പൊ ഗൈസ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കഴിക്കുന്ന റിസൾട്ട് കൂടി വേണ്ടേ. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സമയം നല്ലപോലെ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. സ്ട്രേറ്റ് വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, പൊങ്ങച്ചടിക്കുവാണെന്ന് കരുതരുത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. സോ യു ക്യാൻ ഓൾസോ ട്രൈ ദിസ്. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.